അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റ്സ് ഫിറ്റ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന ഏരിയയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? ലിമിറ്റ് സിസ്റ്റം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ്, അതായത് ടൈപ്പ് ഓഫ് ഫിറ്റുകൾ, ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ടോളറൻസ് ഗ്രേഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ടോളറൻസ് ഗ്രേഡുകൾ എന്ന് പറയുന്നത് കവർ ചെയ്തത് അപ് ടു 500 mm എന്തുവരെയാണ്, സൈസ് വരെയാണ്. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ എല്ലാവരും ഓർത്തിരുന്നോളാം. 500 mm എന്ന് പറയുന്ന ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെച്ചോളാം. അതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട രണ്ട് വാല്യൂസ് ആയിരുന്നു 18 ആൻഡ് 25. 18 ടോളറൻസ് ഗ്രേഡുകളും 25 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും ആണ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതും നമ്മൾ പഠിച്ചോളാം. ഓക്കെ, 18, 25, 500 മൂന്ന് വാല്യൂസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും എന്തിനൊക്കെയാണ്? ബോത്ത് ഹോൾ ബേസ് സിസ്റ്റത്തിനായാലും ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിനായാലും എന്താണ്, അപ്ലിക്കബിൾ ആണ്. ഹോൾ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷാഫ്റ്റ് ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ ലാറ്റിൻ ഭാഷയിലും ഫ്രഞ്ചിലും ഒക്കെ ഈ ഡീവിയേഷൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ES ആൻഡ് EI എന്ന് പറയുന്ന മെത്തേഡിലാണ്. ES ആൻഡ് EI. ES എന്ന് പറഞ്ഞാൽ ഇക്കാട്ട് സുപ്പീരിയർ എന്നും EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാട്ട് ഇൻഫീരിയർ എന്നാണ് പറയുന്നത്. അപ്പർ ഡീവിയേഷൻ ആണ് ES കൊണ്ട് പറയുന്നത്. ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഡീവിയേഷൻ, EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡീവിയേഷൻ. ഓക്കെ, ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം. ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ഡീവിയേഷൻ ആണ്, EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ഡീവിയേഷൻ ആണ്. എന്താണ് ലോവർ, എന്താണ് അപ്പർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? ഡീവിയേഷന്റെ നൊട്ടേഷൻസ് പറയുന്നതാണ്. ഇത് എവിടെ നിന്ന് വന്നതാണ്? ഒറിജിൻ ഫ്രം ഫ്രഞ്ച്. ഓക്കെ, ഒറിജിൻ ഫ്രം ഫ്രഞ്ച് ബാർ ലാറ്റിൻ എന്നൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാം. എനിവേ, ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ട് സുപ്പീരിയർ. എന്താണ് മീൻ ചെയ്യുന്നത്? അപ്പർ ഡീവിയേഷൻ. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണെങ്കിൽ ഇത് എന്തിനെ ബേസ് ചെയ്യുന്നു? ഹോളിനെ ബേസ് ചെയ്യുന്നു. ഹോളിന്റെ അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനെയും ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഷാഫ്റ്റിന്റെ ആണെങ്കിൽ ഇത് എന്ത് വരുന്നു മാത്രമേ ഉള്ളൂ? ES ആൻഡ് EI എന്ന് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ എന്ത് ചെയ്തോളുക? ബൈ ഹാർട്ട് ചെയ്തോളുക. ഓക്കെ, ചിലപ്പോഴൊക്കെ ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. ES എന്ന് പറഞ്ഞാൽ ഇക്കാട്ട് സുപ്പീരിയർ ആണ്. ആസ്പർ എന്താണ്, ലിമിറ്റ് ഫിറ്റ് ടോളറൻസിലാണ് കേട്ടോ. അവിടെ എക്സ്റ്റേണൽ ഷാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ റോങ് ആയ ആൻസറിലേക്ക് നമ്മൾ ചാടി വീഴാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. ക്ലിയർ. അപ്പോൾ അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും ഇക്കാട്ട് സുപ്പീരിയർ ആൻഡ് ഇൻകാട്ട് ഇൻഫീരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ അവിടെ അറിയണ്ട. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, IS 2709 പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഒരു മൈക്രോൺ ലെവലിൽ വരും. ഇപ്പൊ 25 മൈക്രോൺ ആണ്, 25 മൈക്രോൺ ആണ് ES എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. 25 മൈക്രോൺ ES, 0 മൈക്രോൺ ആണ്, 0 മൈക്രോൺ ആണ് EI തന്നതെന്ന് വിചാരിക്കുക. 30 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബേസിക് ഡയമെൻഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ES ആൻഡ് EI എന്ന് മാത്രമേ തരുള്ളൂ കേട്ടോ. ES ആൻഡ് EI എന്ന് മാത്രമേ തരുള്ളൂ. എന്നാൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാണ് ഇതിന്റെ അപ്പർ ഡീവിയേഷൻ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് എത്രയാണ്. ഓക്കെ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തോളണം? ഈ 25 മൈക്രോണിനെ നമ്മുടെ ഓപ്ഷനിൽ ഒരിക്കലും മൈക്രോണായിട്ട് ഉണ്ടാവില്ല അല്ലെ. 25 മൈക്രോണിനെ MM-ലേക്ക് കൺവേർട്ട് ചെയ്തോളണം. ഇതൊരു സ്റ്റെപ്പായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചോളാം. മൈക്രോൺ ലെവൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ MM-ലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് ഒരു മൈക്രോൺ എന്താണെന്ന് അറിയണം. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 mm ആണ്. ഓക്കെ, അപ്പൊ 25 മൈക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.025 mm ആണ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യാം? ബേസിക് സൈസിന്റെ കൂടെ ഇതങ്ങ് ആഡ് ചെയ്തോളാം. ഓക്കെ, ക്ലിയർ. ഈ രീതിയിൽ വേണം നമ്മൾ അത് ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ
നമ്മൾ ഈ പറയുന്ന പോലെ ES ആൻഡ് EA ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഈ +25 മൈക്രോൺ 0 മൈക്രോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് MM കൺവേർട്ട് ചെയ്തിട്ട് വേണം ആൻസറിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മാത്രം മതി, നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ES ആൻഡ് EA അതാണ് നമുക്ക് ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഫോർ PSC എക്സാമിനേഷൻ. ES ആൻഡ് EI, ES ആൻഡ് EI. ഓക്കെ, ES ആൻഡ് EI ക്ലിയർ ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന ഏരിയ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദാറ്റ് ഈസ് സർഫേസ് ഫിനിഷിംഗ് സിമ്പിൾസ്. സർഫേസ് ഫിനിഷിംഗ് സിമ്പിൾസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്? ഓക്കെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത്. ബട്ട് നമ്മൾ അതിന് മുമ്പ് തന്നെയായിട്ട് എന്ത് മനസ്സിലാക്കുക, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ കൺസിഡറേഷനിൽ നമ്മൾ പോവാണ്. എന്താണ് സർഫേസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആവുന്നത്? നമ്മളിൽ കുറെ വാല്യൂസ്, കാര്യങ്ങൾ, കുറെ ലെറ്റേഴ്സ് ഒക്കെ പഠിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണ്, നമ്മളൊരു മൊബൈൽ ഫോണിന്റെ സ്ക്രീനും അതിന്റെ ബാക്ക് സൈഡും കൊടുക്കുക. ഓക്കെ, മൊബൈൽ ഫോണിന്റെ എന്ത് വശങ്ങളുണ്ട്? ഫ്രണ്ട് സൈഡ് ഉണ്ട്, ഒരു ബാക്ക് സൈഡ് ഉണ്ട്. ഈ ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ വെരി സ്മൂത്ത് ആൻഡ് ഷൈനി ആണ് അല്ലേ? ഓക്കെ, എക്സാക്ട്ലി ഇത് ഏത് രീതിയിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇതാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. ഈ ഫോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്, ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് വശങ്ങളുടെ ഡയമെൻഷനും സിമിലർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന്റെ ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളതാണ്, ഒരു വശം എന്ന് പറയുന്നത് നമുക്ക് ഗ്രിപ്പ് ചെയ്യാം, നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ളതാണ് അല്ലെ? അപ്പൊ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്മൂത്ത് ആൻഡ് ഷൈനി ആണ് അല്ലെ? നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യേണ്ട ഏരിയ ആണ്. ബാക്ക് പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫിനിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റഡ് ഫിനിഷ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. അത് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ കവർ ഒക്കെ വാങ്ങി വെക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഗ്രിപ്പ് ആണ് അല്ലെ? കൂടുതൽ നമുക്ക് അവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് അത് പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കണം. ഫ്രണ്ട് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് നമ്മുടെ വർക്കിംഗ് നടക്കണം. അപ്പൊ നമ്മളിത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇത് വെറുതെ ഒരു ചതുരപ്പെട്ടിയാണ് എന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ ഫിനിഷ് വേറെയാണ്, ബാക്ക് സൈഡിലെ ഫിനിഷ് വേറെയാണ്. ഓക്കെ, ഫ്രണ്ട് സൈഡ് വേറെയാണ്, ബാക്ക് സൈഡ് വേറെയാണ്. വി ആർ എഞ്ചിനീയേഴ്സ്, അപ്പോൾ വി ആർ ഡീൽ വിത്ത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് എന്താണ്? എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അപ്പൊ ഈ ഡ്രോയിങ് തന്നെ നമ്മൾ എന്ത് സ്പെസിഫൈ ചെയ്തോളണം? ഈ പറയുന്ന ഫിനിഷ് എന്താണെന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവണം. ഈ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലായിടത്തും ആവശ്യമുണ്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പം ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടുകളിൽ പോയിട്ട് നമ്മുടെ സോഫ സെറ്റ് വെറുതെ നോക്കി വെക്കുക. ഈ സോഫ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കൈയൊക്കെ വെക്കുന്ന ഏരിയ വളരെ പോളിഷ്ഡ് ആണ്, അടിപൊളിയാണ്. ഇത് നേരെ ഒന്ന് കമിഴ്ത്തിയിട്ട് നോക്കി താഴെ കിടക്കുന്നത് വെറും വുഡൻ പ്ലാങ്ക് ആയിരിക്കും അല്ലെ? നമ്മളൊരു ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള നമ്മളൊരു സോഫ സെറ്റ് പോയി നോക്കിയാൽ ഇതിന്റെ അടി നമ്മൾ കമത്തിയിട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തിട്ടില്ല? ഫിനിഷ് കൊടുത്തിട്ടുണ്ടാവില്ല. കാരണം അവിടെ ഫിനിഷ് കൊടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇപ്പൊ ഈ പറയുന്ന ഒരു കാറിന്റെ എഞ്ചിൻ പാർട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇതിൽ പിസ്റ്റൺ ഉണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട്. വേണ്ട, ലിമിറ്റ്. നമ്മളൊരു കാർ എടുത്തു, കാറിന്റെ ബോണറ്റ് നോക്കുക. ബോണറ്റിന്റെ പുറമെ വളരെ ഫിനിഷ് ആണ്. ഇത് നേരെ പൊക്കി നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ എന്താണ്? ഇതിന്റെ നേരെ അപ്പുറവശം എന്ന് പറയുന്നത് പെയിന്റ് അടിച്ചിട്ടില്ല, ഫിനിഷ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ സർഫേസ് ഫിനിഷിംഗ് സിമ്പിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കാറിന്റെ ബോഡിയുടെ ഫിനിഷ് എന്ന് പറയുന്നത് ഇതിന്റെ ഇപ്പൊ ഒരു പുറമേയുള്ള എക്സ്റ്റേണലിലെ ഫിനിഷ് എന്ന് പറയുന്നതും ഇന്റേണൽ ഫിനിഷ് എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇത് നമ്മൾ എവിടെ കൊടുക്കണം? നമ്മൾ ഡ്രോയിങ്ങിൽ കൊടുക്കേണ്ടതുണ്ട്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇനി ഡിനോട്ട് ചെയ്യുന്നത്? എങ്ങനെയൊക്കെ നമ്മളിത് ഡിനോട്ട് ചെയ്യുന്നു? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ, അതായത് ഒരു 60 ഡിഗ്രിയിൽ ഇങ്ങനത്തെ രണ്ട് ലൈൻസ് വരയ്ക്കുന്നു. ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു, ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. ക്ലിയർ ആണല്ലോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ? നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു ഡ്രോയിങ്ങിലേക്ക് നമ്മൾ ഇതിനെ പകർത്താൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ദാറ്റ്സ് അവർ ഇന്റൻഷൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ES ആൻഡ് EI പഠിച്ചു, അതിന്റെ IS കോഡ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെന്താണ്? ഇതിന്റെ ഗ്രാഫിക്കൽ സിമ്പിൾ, അതായത് എങ്ങനെ ഒരു ഈ സർഫേസ് ടെക്സ്ചർ അല്ലെങ്കിൽ അതിന്റെ ഫിനിഷിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇപ്പൊ 2 സ്ട്രൈറ്റ് ലൈൻസ് ഇൻക്ലൈൻ അറ്റ് 60 ഡിഗ്രി നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ? ഇനി ഞാൻ ഇങ്ങനെ വെറുതെ കൊടുക്കുന്നതിന് ഒരു ബേസിക് സിമ്പിൾ എന്നാണ് പറയാം. ബേസിക് സിമ്പിൾ
ബേസിക് സിമ്പിൾ എന്നാണ് പറയാം. ബേസിക് സിമ്പിൾ. ബേസിക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തില്ല, ഇതിൽ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. ഓക്കെ, ഇതിൽ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. അതായത് ബേസിക് ഗ്രാഫിക് സിമ്പിൾ ഇവിടെ എന്താണ്, അതായത് നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു ഷാഫ്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യണം. ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 50 mm ഡയ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 100 mm ലെങ്ത് ആണ് എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് സൈഡ് വ്യൂ നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെയുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് ആയിട്ടും ഇവിടെ നോക്കുമ്പോൾ എലിവേഷൻ ഇതൊരു റൗണ്ട് ആയിട്ട് നമ്മൾ സർക്കിളും വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ലൈൻ മാത്രം ഇടുന്നു. ഇങ്ങനെ ലൈൻ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സർഫേസ് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഭവത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സർഫേസ് സ്ട്രക്ചർ എന്നുള്ള സംഭവം അവിടെ വേണം എന്ന് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സർഫേസ് റിക്വയർമെന്റ് എക്സിസ്റ്റ് ആണ് എന്ന് മാത്രമേ അവിടെ മെയിൻ ചെയ്യുന്നുള്ളൂ. എങ്ങനെയാണ്, 2 ലൈൻ 60 ഡിഗ്രിയിൽ വെക്കുന്നു. ഇനി എക്സ്പാൻഡ്, ഇത് ബേസിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ട്. എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തിന്റെ ആവശ്യകതയുണ്ട്, ഒരു മെഷീനിങ് പ്രോസസ്സിന്റെ ആവശ്യകത ഉണ്ട്. ഒരു മെഷീനിങ് പ്രോസസ്സിന്റെ ആവശ്യകതയുണ്ട്. എന്തെങ്കിലും ഒരു സർഫേസ് ഫിനിഷ് വേണ്ടി വന്നേക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ്. ഡൈനിങ് ടേബിൾ എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്, നോർമൽ വുഡിൽ നിന്ന് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഇതിന്റെ കാല് വെറുതെ ഒരു സംഭവം കൊടുത്താൽ പോരാ. ഇതിൽ എന്ത് ചെയ്യണം, ഇതിൽ പ്ലെയിൻ ചെയ്യണം, ടേൺ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇത് നമുക്ക് മനസ്സിലാകണം, അതായത് ഇത് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവണം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ഒരു മെഷീനിങ് ഇവിടെ ആവശ്യകതയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇതേ സിമ്പിളില്, ഇതാണല്ലോ നമ്മുടെ ബേസിക് സിമ്പിൾ. ഇത് ഇങ്ങനെ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീൻ, ഇങ്ങനത്തെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീൻ എന്ന് പറയുന്നത് ഇതൊരു ബേസിക് സിമ്പിൾ നമ്മൾ എന്തിലേക്ക് മാറി, എക്സ്പാൻഡഡ് ബേസിക് ഗ്രാഫിക്കൽ സിമ്പിളിലേക്ക് മാറി. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ റിമൂവൽ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മെഷീനിങ് ആവശ്യമുണ്ട് ടു മീറ്റ് സർഫേസ് റിക്വയർമെന്റ്. അതായത് നമ്മൾ ഈ സർഫേസ് റിക്വയർമെന്റിൽ എന്താ ആവശ്യമുണ്ട്, മെഷീനിങ് ആവശ്യമുണ്ട്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക, റിക്വയർഡ് മെഷീനിങ്. ഇനി ഇതേ സിമ്പിളില് ഞാൻ ഇവിടെ ഒരു വട്ടമാണ് ഇടുന്നതെങ്കിൽ, ഒരു സർക്കിൾ മാത്രം ഇടുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഈ ബേസിക് സിമ്പിളിലേക്ക് ബാറിന് പകരം ഞാനൊരു സർക്കിൾ ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് മെറ്റീരിയൽ റിമൂവൽ ഈസ് നോട്ട് റിക്വയർഡ്. മെറ്റീരിയൽ റിമൂവൽ ഈസ് നോട്ട് റിക്വയർഡ്. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഗിയർ ഒക്കെ പഠിച്ച സമയത്ത് കാസ്റ്റ് ഗിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ എന്താണ്, ജസ്റ്റ് നമ്മുടെ ഷേപ്പിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്ത് വരുന്നു. പിന്നീട് നമുക്ക് അതിൽ എന്ത് വേണ്ട, അതായത് പിന്നെ നമ്മൾ അതിലൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഈ സിമ്പിളോട് ഡിനോട്ട് ചെയ്യുക. ഇവിടെ അത് കാസ്റ്റ് അല്ലെങ്കിൽ ഫോർജ് സ്റ്റേജിലായിരിക്കും. അതിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വേറെ മെഷീനിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഓർത്തിരിക്കുക, ദിസ് ഈസ് അവർ ബേസിക് സിമ്പിൾ. 60 ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു ലൈൻ വെച്ചാൽ അത് ബേസിക് സിമ്പിൾ ആയി. ഇങ്ങനത്തെ ഒരു ലൈനിലേക്ക് ഒരു വരയിട്ട് കഴിഞ്ഞാൽ അതെന്തായി, അഡ്വാൻസ്ഡ് ആയി അല്ലെങ്കിൽ മോഡിഫൈഡ് ആയി. ഇവിടെ മീൻ ചെയ്യുന്നതാണ്, ഇവിടെ മെഷീനിങ് ആവശ്യമാണ്. ഇനി ഇതേ സിമ്പിളില് ഇവിടെ റൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യുന്നതാണ്, ഇവിടെ മെഷീനിങ് ആവശ്യമില്ല. ഇതൊന്നും കൂടാതെ നമുക്കൊരു കംപ്ലീറ്റ് ഗ്രാഫിക്കൽ സിമ്പിൾ ഉണ്ട്. കംപ്ലീറ്റ് ഗ്രാഫിക്കൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും വേണം, എല്ലാ കോംപ്ലിമെന്ററി ഇൻഫോർമേഷൻസും നമ്മളോട് കൊടുത്തിരിക്കണം. ഇതിൽ എത്ര മൈക്രോൺ വരെ, അതായത് ഇതിൽ എത്ര മൈക്രോൺ ഫിനിഷ് വേണമെന്ന് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവണം, ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ സിമ്പിളിൽ കൊടുത്തിട്ടുണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് ഇങ്ങനൊരു ലൈൻ, ഒരു ലോങ്ങർ ആം നമ്മളിവിടെ കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇവിടെ കോംപ്ലിമെന്ററി ഇൻഫോർമേഷൻസ് ഒക്കെ ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുക, ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ലോങ്ങർ ആം ആഡഡ് ഫോർ പ്ലേസിംഗ് ടെക്സ്റ്റ് എന്നാണ് പറയുന്നത്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്താണ് ഫിഗർ, ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്, ഗ്രാഫിക്കൽ സിമ്പിൾ ഫോർ സർഫേസ് ടെക്സ്റ്റ്. അവിടെ മെറ്റീരിയൽ റിമൂവലിനെ കുറിച്ച് ഒന്നും നമ്മൾ പറയുന്നില്ല. ആദ്യത്തെ ഒരു ബേസിക് ഗ്രാഫിക്കൽ സിമ്പിൾ മാത്രമാണ്, 2 ലൈൻ വയ്ക്കുന്നു, 60 ഡിഗ്രി ഇടുന്നത് മാത്രം. രണ്ടാമത് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ റിമൂവൽ വേണം, ഒരു ബാധ മാത്രം ഇട്ട് കൊടുക്കുന്നു. മൂന്നാമത് സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വട്ടം ഇട്ട് കൊടുക്കുന്നു, അവിടെ മെറ്റീരിയൽ റിമൂവൽ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ പറയുന്നതാണ് കംപ്ലീറ്റ് സിമ്പിൾ. അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ
പറഞ്ഞിട്ടുണ്ടാവണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഒരു ലോങ് ആം കൊണ്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. ലോങ്ങർ ആം. ഈ ലോങ്ങർ ആമിന് ഇവിടെ കുറെ സൈഡുകൾ ഉണ്ടോ, ഈ ഓരോ സൈഡിലും നമ്മൾ ഓരോ സംഭവങ്ങൾ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനു മുമ്പ് നമ്മൾ ഈ സർഫേസ് ഫിനിഷ് എന്ന് പറയുന്ന സമയത്ത് അറേ വാല്യൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. RA, RZ, WZ, RMR, RPK, RPQ, എക്സെട്ര എക്സെട്ര എക്സെട്ര. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു ഒരു സർഫേസ് ടെക്സ്ചറിന്റെ മൈക്രോ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി ഒന്ന് ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കാം. ഈ ഫിഗർ നോക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ നമ്മുടെ മേശ എടുത്തു. ഈ മേശ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് എക്സാക്ട്ലി കറക്റ്റ് ആണ് അല്ലെ, ഒരു വ്യത്യാസമില്ല. ബട്ട് നമ്മൾ അതിനെ ഒന്ന് മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാവും അല്ലെ, ഇതിന്റെ റഫ്നെസ് മനസ്സിലാവും. ഇതിപ്പോ എന്താണ്, വെറുതെ നമ്മളൊരു സംഭവം നോക്കുന്നല്ല, ഇത് മൈക്രോസ്കോപ്പിക് സ്റ്റഡി. ഇതൊക്കെ മൈക്രോ ലെവലിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതിൽ കുറെ വാല്യൂസ് ഉണ്ട്. കോമൺ വാല്യൂസ് RA, RZ എന്നൊക്കെ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ RA, RZ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ RA, വാട്ട് ഈസ് RA? ഇതാണ് RA ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റഫ്നെസ് ആവറേജ് എന്ന് പറയും. അതായത് ഇതിലുള്ള റഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് മെത്തേഡുകൾ അവലംബിച്ചിട്ടുണ്ട്. അതിൽ റഫ്നെസ് ആവറേജ്, അതായത് സെൻട്രൽ ലൈൻ ആവറേജ് വെച്ച് കണ്ടുപിടിക്കാം, മീൻ റഫ്നെസ് ഡെപ്ത് അല്ലെങ്കിൽ 10 പോയിന്റ് മീൻ റഫ്നെസ് വെച്ച് കണ്ടുപിടിക്കാം, മാക്സിമം ഹൈറ്റ് ഓഫ് വേവിനെസ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പഠിക്കാനൊന്നുമില്ല. ബട്ട് RA വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ടു ഇൻഡിക്കേറ്റ് റഫ്നെസ്. അപ്പൊ ഇത് നമ്പറിൽ പറയാറുണ്ട്. N നമ്പേഴ്സിലാണ് പറയാ. N12, N11, N10, N9, N8, N7, N6, N5, N4, N1 വരെ. അപ്പൊ ഈ N12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 മൈക്രോൺ ആണ്. ഓക്കെ, അവിടുത്തെ ആക്യുറസി എന്ന് പറയുന്നത് 50 മൈക്രോൺ. അപ്പൊ ഇവിടുത്തെ ഇത് എടുക്കുന്ന സമയത്ത് 50 മൈക്രോൺ. ഈ N1ലേക്ക് പോരും തോറും ഇതിങ്ങനെ കുറഞ്ഞു 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 വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ അതൊരു ചാർട്ട് ഉണ്ട്, ഇതാണ് ആ ചാർട്ട്. അപ്പൊ 50 മൈക്രോണിന് കറസ്പോണ്ടിങ് ആണ് N12. 0.025 മൈക്രോൺ കറസ്പോണ്ടിങ് ആണ് N1. ഓക്കെ, അപ്പൊ ഒരു സംഭവം നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ട് ഇവിടുത്തെ ഫിനിഷ് N12 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വലിയ ഫിനിഷ് ഒന്നും വേണ്ട എന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിന്റെ ഫിനിഷ് ഒരു N7 അല്ലെങ്കിൽ N7 നാലോട് N4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ ഓഫ് ആക്യുറസിയിലേക്ക് ഇത് വന്നിട്ടുണ്ടാവണം. അപ്പൊ നല്ല ആക്യുറസി വേണം. മൈക്രോൺ ആട്ടോ, അതായത് ഇവിടെ നമ്മൾ പറയുന്നത് മൈക്രോൺ ആണ്. RA വാല്യൂസ് ഇൻ മൈക്രോൺ. ഓക്കെ, അപ്പൊ റഫ്നെസ് ഗ്രേഡ് നമ്പറുകളാണ് ഈ RA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ N12 50 ആണെന്നൊക്കെ കാണാതെ തന്നെ പഠിച്ചോളൂ. യാതൊരു എന്തില്ല, നമ്മൾ അവിടെ പഠിക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. N12 50 ആണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കയറി വരും. അപ്പൊ ഇത് കണ്ടോ, 50 എന്ന് പറഞ്ഞാൽ N12 ആണ്. N11 എന്ന് പറയുമ്പോൾ നേരെ പകുതിയാവുന്നു. ഇത് വരുമ്പോൾ ഇത് നേരെ പകുതിയാവുന്നു. ഇത് വരുമ്പോൾ ഇത് നേരെ പകുതിയാവുന്നു. ഇത് വരുമ്പോൾ ഇത് നേരെ പകുതിയാവുന്നു. ഇത് നേരെ പകുതിയാവുന്നു. അത് A4 ഷീറ്റ് ഒക്കെ നമ്മൾ പഠിക്കില്ലേ, അതായത് ഏരിയ കുറഞ്ഞു വരുന്ന പോലെ ഇത് നേരെ പകുതിയാക്കി കൊണ്ടുവന്നാൽ മതി. ഓക്കെ, അപ്പൊ എനിവേ N12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മൈക്രോൺ ആണ് എന്ന് നിർബന്ധമായിട്ടും പഠിച്ചോളണം. N12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മൈക്രോൺ ആണ്. N12 എന്ന് പറഞ്ഞാൽ 50 മൈക്രോൺ ആണ്. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.025 മൈക്രോൺ ആണ്. എന്താണത്? RA വാല്യൂ ആണ്. RA വാല്യൂ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? സർഫേസ് റഫ്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതൊരു മീൻ ആവറേജ് വാല്യൂ ആണ് അല്ലെ. പല മെത്തേഡ്സ് ഉണ്ട്, അതിൽ RA വാല്യൂ ആണ് നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. RA, RZ, WZ എന്നൊക്കെ കുറെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഇത് നിങ്ങൾ പഠിക്കണ്ട, ഞാൻ ഒരു ബേസിക് നോളജിന് വേണ്ടി മാത്രം അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓർത്തിരിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെ ഫുൾ ഫോമോ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട. ബട്ട് ഞാൻ പറഞ്ഞ വാല്യൂസും അതിന്റെ ഇതും പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിമ്പിളില്ലേ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന സിമ്പിളില്ലേ, അതിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും, N വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് ഓൾ സർഫേസ് സിമ്പിൾ. ഓൾ സർഫേസ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആക്ച്വലി നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടത്തെ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഷീറ്റ് മെറ്റൽ കൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, ഒരു കാറിന്റെ ഫ്രണ്ടില് ബോണറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ പുറംവശത്ത് ഫിനിഷ് അല്ല ഉള്ളിലുള്ളത്. ഓക്കെ, ബട്ട് ഇതിന്റെ ഓൾ സർഫേസ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരേ സർഫേസ് സെയിം സർഫേസ് ടെക്സ്ചർ ആണ് നമുക്ക് എല്ലാ സർഫേസിലും വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള നമ്മുടെ ഇതിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിൽ ഇവിടെ ഒരു വട്ടം ഇട്ട് കൊടുക്കും. ഓക്കെ,
ക്ലിയർ? അതായത് സർക്കിൾ ആഡഡ് ടു ദ കംപ്ലീറ്റ് സിമ്പിൾ ആൻഡ് ഔട്ട്ലൈൻ ഇൻ ഡ്രോയിങ്. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. സർക്കിൾ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ ആഡ് ചെയ്ത സിമ്പിൾ എവിടെയായിരുന്നു? ഫോർ ബേസിക് സിമ്പിളിലായിരുന്നു. ഓർത്തിരിക്കുക, കീവേഡ് ആണ് സർക്കിൾ ആഡഡ്. സർക്കിൾ ആഡഡ് ടു ദ ബേസിക് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, അവിടെ മെഷീനിങ് വേണ്ട. എന്നാൽ ഇതേ സർക്കിൾ ആഡ് ടു ദ കംപ്ലീറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഒരേ സർഫേസ് ടെക്സ്ചർ ആണ് എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, കാരണം ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇത് ബുക്ക് വായിച്ചിട്ട് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി കോംപ്ലിമെന്ററി റിക്വയർമെന്റ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതിന് ഒരുപാട് പൊസിഷൻസ് ഉണ്ട്. അപ്പൊ പൊസിഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്നെസ് വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, അതായത് സർഫേസിന്റെ പാരാമീറ്റർ ആണ് വാല്യൂസ് ഇല്ലേ, അതാണ് പൊസിഷൻ എ. പൊസിഷൻസ് പഠിച്ചു വെക്കണം കേട്ടോ. പൊസിഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ടെക്സ്ചർ റിക്വയർമെന്റ് എന്തെങ്കിലും വേണോ? അഡീഷണൽ ടെക്സ്ചർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെയിന്റ് എങ്ങാനും കൊടുക്കാണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കില്ലേ, അതാണ് ഈ അഡീഷണൽ സർഫേസ് ടെക്സ്ചർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. വേറെ എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി മൂന്നാമത് നോക്കുക, പൊസിഷൻ സി, മാനുഫാക്ചറിങ് മെത്തേഡ് ഏതാണ്? ഇത് പറയുന്നത് മാനുഫാക്ചറിങ് മെത്തേഡ് എങ്ങനെയൊക്കെ കൊടുക്കാം. മാനുഫാക്ചറിങ് മെത്തേഡ് പ്രോസസ് ടേണിംഗ് ആണോ, മില്ലിംഗ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മൂന്നാമത്തെ കാര്യങ്ങളിൽ നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ? അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? സർഫേസ് റിക്വയർമെന്റ് ഏതാണ്? RARP എന്ന കാര്യമാണ്. സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ട്രാ എന്തെങ്കിലും വേണം. മാനുഫാക്ചറിങ് മെത്തേഡ് ആണ് പൊസിഷൻ സി കൂടുതലായിട്ട് പറയുന്നത്. മെത്തേഡ് ലൈക്ക് ടേൺ ഡൗൺ പ്ലേറ്റഡ് ഓർ സംതിങ്, അതായത് പെയിന്റ് അടിക്കണമെന്നൊക്കെ നമുക്ക് അവിടെ പറയാം. പൊസിഷൻ സിയിലാണെന്ന് പറയാം. ഇനി ലേ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നതാണ് ഡി, ഡയറക്ഷൻ ഓഫ് ലേ. ഡയറക്ഷൻ ഓഫ് ലേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയറക്ഷൻ ഓഫ് ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം മാനുഫാക്ചർ ചെയ്യില്ലേ. ഈ സാധനം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കട്ടിങ് ഏത് രീതിയിലാണ് പോകുന്നത്, പ്രൊജക്ഷൻ, നമ്മൾ ഇതിന്റെ ഈ കട്ടിങ് ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്, അതിനെയാണ് ഡയറക്ഷൻ ഓഫ് ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ലേ എന്ന് പറയുന്നത് പാരലൽ ടു ദ പ്ലേറ്റ് ആവാം, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആവാം, ക്രോസ്ഡ് ആവാം. ഇത് ഈ രീതിയിലാണ് പോയിരിക്കുന്നത്, ഇത് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പൊസിഷനിൽ, ഇവിടത്തെ പൊസിഷനിൽ ഇത് എങ്ങനെയാണെന്ന് കൊടുക്കും. അപ്പം ഇങ്ങനെ വരച്ചിട്ട് ഇനി നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ ഡീന്റെ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതായത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്ത് എവിടെ ഫിഗർ നോക്കിയേ, ഇത് കണ്ടോ? പെർപെൻഡിക്കുലർ പ്ലെയിൻ ആണ്. എക്സ് ആണ് അവിടെ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അതായത് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്രോസ്ഡ് ഇൻ 2 ഒബ്ലിക് ലൈൻ ആണ്. ഈ രീതിയിലുള്ള പാറ്റേൺ ആണ് നമ്മളവിടെ ഫോളോ ചെയ്തത്. ഓക്കെ, പിന്നെ ഈ ജസ്റ്റ് ഇങ്ങനെ ഈക്വൽ സിമ്പിൾ ആണെങ്കിൽ എന്താണ്? പാരലൽ ആയിട്ടാണ് അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ലേ അല്ലെങ്കിൽ കട്ടിങ് നടക്കുന്നത് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയറക്ഷണൽ ആണ്, സി എന്ന് പറഞ്ഞാൽ സർക്കുലർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയലി ആണ്. ഓക്കെ, ക്ലിയർ? റേഡിയൽ റിലേറ്റീവ് ടു ദ സെന്റർ എന്ന രീതിയിലാണ് പോകുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത കണ്ടീഷനാണ് പി ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇതാണ് അവിടെ മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പൊസിഷൻ ഡി ലേ ഡയറക്ഷൻ ആണ്. ഇനി പൊസിഷൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനിങ് അലവൻസ് ആണ്. മെഷീനിങ് അലവൻസ് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് 50 mm ഡയമീറ്ററിന്റെ ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇതേ ഇതിലല്ല നമ്മൾ ഫോർജ് ചെയ്തെടുക്കുക. മേ ബി നമ്മളൊരു 52 നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെ. 52 mm ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് എത്ര അലവൻസ് ഉണ്ട്? ഇവിടെ 2 mm ആണ് അലവൻസ്. ഓക്കെ, അപ്പൊ ഈ അലവൻസ് എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. മെഷീനിങ് അലവൻസ് നമ്മളവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? മെഷീൻ ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് കൊടുക്കണ്ടേ? നമുക്കൊരു എന്താ പറയാ, ഒരു ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം മാനുഫാക്ചർ ചെയ്യണം അല്ലെ. ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റൂൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ മേശ ഉണ്ടാക്കണം. മേശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ട ഷർട്ട് നമ്മൾ ഒരെണ്ണം തയ്ക്കണം. ഷർട്ട് തയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കുറച്ച് കൂടുതൽ എടുത്ത് കൊടുക്കും അല്ലെ. നമുക്ക് അതിൽ കട്ട് ചെയ്യാനും അപ്പൊ കുറച്ച് സാധനം വേസ്റ്റ് ആയി പോകും. ഓക്കെ, അത് അതിന്റെ അലവൻസ് ആണ്. നമുക്ക് അതില്ലാണ്ട് നമുക്ക് ഇങ്ങനെ സാധനം മാനുഫാക്ചർ ചെയ്യാൻ. അതുപോലെ തന്നെ മെഷീനിങ്ങിന്റെ കേസിലായാലും വി നീഡ് സം അലവൻസ്. നമ്മൾ എക്സ്ട്രാ കുറച്ച് കൊടുക്കണം അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മെഷീനിങ് അലവൻസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്തോളണം? പൊസിഷൻ ഇയിൽ പ്ലേസ് ചെയ്തോളണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോംപ്ലിമെന്ററി റിക്വയർമെന്റ് ആണ്.
അപ്പൊ ABCDE അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നു പൊസിഷൻ A ആൻഡ് പൊസിഷൻ E. പൊസിഷൻ എയില് ആർ വാല്യൂ സർഫേസ് പാരാമീറ്റർ, ബി അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ഉള്ളത് പൊസിഷൻ ഇ ആണ്, ദാറ്റ് ഈസ് ഫോർ മെഷീനിങ് അലവൻസ്. ഓക്കെ, ABCDE 6 ഉള്ളൂ. നിങ്ങൾ 2 വട്ടം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മെഷീനിങ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സംഭവം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുക്കേണ്ട മെഷീനിങ് എന്താണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ നമ്മുടെ ഡ്രോയിങ്ങിൽ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ലാംഗ്വേജ് ഡ്രോയിങ് ആയതുകൊണ്ട് നമ്മൾ ഡ്രോയിങ്ങിൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇപ്പോൾ നമ്മൾ ഷർട്ടൊക്കെ തയ്ക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ അങ്ങനെ വേണം, ഇങ്ങനെ ഫാഷൻ വേണം എന്നൊക്കെ നമ്മൾ വായാലെ പറയും അല്ലെ. അതിന് പകരം ഇവിടെ എന്താണ്, നമുക്ക് ഡ്രോയിങ് ആണ്. ഡ്രോയിങ്ങിൽ പറഞ്ഞാൽ മാത്രമാണ് എഞ്ചിനീയേഴ്സിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, PhD പോയിന്റ് ഓഫ് വ്യൂടെ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു 6 പൊസിഷൻസ് ഉണ്ട്. ഈ 6 പൊസിഷൻ ഓരോ കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലേ ഡയറക്ഷൻ എന്ന് പറയുന്നത് പൊസിഷൻ D ആണ്. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ABCDE, A എന്ന് പറഞ്ഞാൽ സർഫേസ് പാരാമീറ്റർ റഫ്നെസ് വാല്യൂ, B എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റഫ്നെസ് പാരാമീറ്റർ, അത് വേണമെങ്കിൽ മാത്രം മതി, C മാനുഫാക്ചറിംഗ് മെത്തേഡ്, D സർഫേസ് ലേ അല്ലെങ്കിൽ ഡയറക്ഷൻ, E മെഷീനിങ് അലവൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കയറി വരിക? കാരണം സാധാരണഗതിയിൽ ഈ ഏരിയ ഇപ്പൊ കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ഇല്ല. അപ്പൊ ഇത് നമ്മൾ പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് ഉണ്ട്, അതായത് ഡിപ്ലോമയ്ക്കൊക്കെ ഉണ്ടായിരുന്ന പണ്ട് ഉണ്ടായിരുന്ന സബ്ജക്ട് ഇപ്പോഴും ഉണ്ട്, പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഡ്രാഫ്റ്റ് മെക്കാനിക്കലി പ്രൊഡക്ഷൻ ഡ്രോയിങ് അങ്ങനെ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, IT സിലബസിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അത് പഠിക്കേണ്ടതുണ്ട്. വേറെ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് മേ ബി കയറി വന്നേക്കാം. അപ്പം പുതിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇൻഡിക്കേഷൻ ഓഫ് മെഷീനിങ് അലവൻസ് അല്ല, പുതിയ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ RA-15 കറസ്പോണ്ടിങ് എന്താണെന്നൊക്കെ ആയിരിക്കും. പുതിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ ബാർ ആഡ് ചെയ്യുന്നതിനാണ്, 0 ആഡ് ചെയ്യുന്നതിനാണ്, സർക്കിൾ ആഡ് ചെയ്യുന്നതിനാണ് രീതിയിൽ ക്വസ്റ്റ്യൻസ് കയറി വരും. ഓക്കെ, അപ്പൊ ഇൻഡിക്കേഷൻ ഓഫ് മെഷീനിങ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ മെറ്റീരിയൽ നമ്മൾ എത്ര കൊടുക്കണം, അത് എങ്ങനെയായിരിക്കണം, MM-ൽ വേണം ഡിനോട്ട് ചെയ്യാൻ, യൂണിറ്റ്സ് ഇൻ MM. അതായത് മെഷീനിങ് അലവൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് MM-ലാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇൻ MM. ഓക്കെ, ഇത് ഈ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു തവണ കൂടെ കേൾക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നിരുന്നാലും ഒരു തവണ കൂടെ കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ലേ എന്ന് പറഞ്ഞതാണ് പാറ്റേൺ ലെഫ്റ്റ് ഓഫ് മെഷീൻ ടൂൾസ്. അതായത് നമ്മൾ മെഷീനും കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ നോക്കുകയാണ്. അപ്പൊ ഇതെന്തായാലും മെഷീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാടുണ്ടാവും അല്ലെ. നമ്മൾ ഒരു സാധനം നമ്മൾ ചിപ്പിൽ ഇടുക എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയാം. ഈ പ്ലെയിൻ ചെയ്യില്ലേ നമ്മൾ കാർപ്പൻട്രി കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് നോക്കി അറിയാം ഇത് ഏത് വഴിക്കാണ് ഇതിനെ കട്ടിങ് പോയിരിക്കുന്നത്. ആ പാറ്റേൺ ആണ് ലേ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്ഷൻ ഓഫ് ലേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പാറ്റേൺ ലെഫ്റ്റ് ബൈ മെഷീൻ ടൂൾസ് അവിടെ ബാക്കിയാക്കി വെച്ചിരിക്കുന്ന ആ പാറ്റേണിനെയാണ് സർഫേസ് ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ പല രീതിയിൽ ഇത് കാണിക്കുന്നു. അപ്പം ഈ ഈക്വൽ പാരലൽ വ്യൂ പ്ലെയിൻ ആണ്, മറ്റേത് പെർപെൻഡിക്കുലർ വ്യൂ പ്ലെയിൻ ആണ്, ക്രോസ് ഒബ്ലിക് ഉണ്ട്, മൾട്ടി ഡയറക്ഷൻ ഉണ്ട്, സർക്കുലർ ഉണ്ട്, റേഡിയൽ ഉണ്ട്. ഒന്നുമില്ലാത്ത നോൺ ഡയറക്ഷനിലാണ് P എന്നുകൊണ്ട് പറയുന്നത്. ഇപ്പൊ ഈ ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കേണ്ട, എക്സാമിന് വേണ്ടി എക്സാമ്പിൾസ് പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈക്വൽ ഈ ഇതെന്താണ്, പെർപെൻഡിക്കുലർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഓരോ ഏരിയ എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഫോർ യു. ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്ന് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, എന്ത് വരും? C will be the answer അല്ലേ. The upper deviation of all denote in the standard limit and fits chart. ഏത് വരും? What is the upper deviation of a hole? Yes. Okay. Clear? Next question. Which of the following denotes the lower deviation of shaft? ES, E1, ES, EI. ഏത് വരും?
ലോവർ ഡീവിയേഷൻ ഓഫ് എ ഷാഫ്റ്റ്. ഈ ഐ വിൽ ബി ദ റൈറ്റ് ആൻസർ അല്ലേ. വേറെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇ കാർഡ് ഇൻഫീരിയർ. ക്വസ്റ്റ്യൻ IS as per IS 919 standard term ES is expanded as. ES എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ്റ്റേണൽ സുപ്പീരിയർ, ഇ കാർഡ് സുപ്പീരിയർ, എക്സ്റ്റേണൽ ഷാഫ്റ്റ്, എലിവേഷൻ സുപ്പീരിയർ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇ കാർഡ് സുപ്പീരിയർ ആണ്. ഓർത്തിരിക്കുക, കാരണം ഇത് എപ്പോഴും തെറ്റിപ്പോ സാധ്യതയാണ്. ഈ എക്സ്റ്റേണൽ ES എന്ന് പറഞ്ഞ് മാത്രം വരുമ്പോഴേ നമുക്കൊരു നന്നായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരും. What is the primary purpose of basic graphical symbol for surface texture? To indicate material hardness, to show dimensions, to indicate the requirement of surface texture, to mark measuring centers. Question number 4. അല്ലെ, ഇത് സർഫേസ് ടെക്സ്ചറിന്റെ ആവശ്യമുണ്ട് എന്ന് മാത്രമുള്ള ഇൻഡിക്കേഷൻ ആണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ബേസിക് ഗ്രാഫിക്കൽ സിമ്പിൾ കാണിക്കുന്നുള്ളൂ. Which symbol indicate that material must be removed to obtain the required surface finish? Basic graphical symbol with a circle, expanded basic graphical symbol with a bar, complete graphical symbol. Question number 5. Expanded basic graphical symbol. Okay. Question. What additional shape is used in the graphical symbol when removal of material is not permitted? Square, triangle, circle, bar. What additional shape is used in the graphical symbol when removal of material is not permitted? Removal of material not permitted വരുന്ന സമയത്ത് എന്താണ് ബേസിക് സിംബലിൽ ആഡ് ചെയ്യുക? ഇതൊരു സർക്കിൾ ആയിരിക്കും ആഡ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is added to the graphical symbol to form complete graphical symbol with the surface texture requirement? Bar on both arms, circle at the base, line added to the longer arm, arrow on the tip. എന്താണ് line added to the longer arm will be the right answer. Next question. Where is the surface texture parameter and its numerical value placed in a complete graphical symbol? Question number 8. Where is the surface texture parameter and its numerical value placed in a complete graphical symbol? Number 8A ആണ് അല്ലെ, കാരണം ഞാൻ പറഞ്ഞു ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് A and E. Okay, next. Which position in the complete graphical symbol indicates the surface lay and orientation? A, B, C, D, E. Number 9. ഏതാണ്? ഏത് വരും? ഡി വരും അല്ലേ. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is correct about position E in the complete graphical symbol? Indicate surface texture parameter, show surface lay direction, indicate measuring allowance in mm, represent sampling band. ഈ സാമ്പിളിംഗ് ബാൻഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് മെത്തേഡ് ഏതാണെന്ന് മീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. C will be the. ക്ലിയർ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരിക എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് റെക്കോർഡർ ഇടാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈ ക്ലാസ് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് റെക്കോർഡർ കാണും. റെക്കോർഡ് കണ്ടതിന് ശേഷം മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുത്ത മെത്തേഡും ഞാൻ ഒരുപാട് ഡൗട്ട് ക്ലിയറൻസിലേക്ക് ഒന്നും പോയിട്ടില്ല എന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, കാരണം ഓൾറെഡി ഞാൻ റെക്കോർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിർബന്ധമായിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് തീർത്തിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇതുവരേക്കും തൽക്കാലം ബൈ. ഡീറ്റെയിൽ നോട്ട്സ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പൊ തന്നെ അത് എന്ത് ചെയ്യും,
എക്സ്പോർട്ടിംഗ് ഓപ്ഷൻ ഇപ്പൊ തന്നെ കൊടുക്കും. ഞങ്ങൾക്ക് അത് എക്സ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. പ്രിന്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പം ഈ ചിലർക്ക് എക്സ്പോർട്ടിംഗ് ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നത് ഒന്ന് ലാപ്ടോപ്പ് വഴി സൈറ്റ് വഴി എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ കുറച്ചും കൂടെ പെട്ടെന്ന് നടന്നോളൂ. അതിപ്പോ ഫോണിന്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കാം എക്സ്പോർട്ടിംഗ് ഇഷ്യൂ വരുന്നത്. കൂടുതൽ പേർക്കും മൊബൈലിലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനത് ചെയ്തോളാം. ഇപ്പൊ തന്നെ ചെയ്യും. ഒരു വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ ഞാനത് ഓൺ ആക്കിയിട്ടോളാം. നിങ്ങളത് പ്രിന്റ് എടുത്തോളാം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ വല്ല മൈൻഡ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം.